ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ നിന്നുള്ള 43 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് വീഡിയോസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കുമൊപ്പം 4 ഓപ്ഷൻസും അവിടെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലോഗോസിനായിട്ട് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങുന്ന രീതിയിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നമ്മൾ നടത്തുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും സ്ക്രീൻഷോട്ടും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കുന്ന വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ആയിട്ട് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ലോഗോസിന് പഠിച്ചിറങ്ങുവാനായിട്ട് ഒരു പഠന സഹായി തയ്യാറാക്കുന്നുണ്ട്. പഠന സഹായിയുടെ വിശദ വിവരങ്ങൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടി നോക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. സഭാപ്രസംഗകൻ അധ്യായം 1 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: A 12, B 18, C 24, D 30. ഉത്തരം ഓപ്ഷൻ ബി 18. 2. സഭാപ്രസംഗകൻ അധ്യായം 1 ഏക തലക്കെട്ട് എന്താണ്? ഓപ്ഷൻസ്: എ ജ്ഞാനത്തിന്റെ വാക്കുകൾ, ബി മനുഷ്യന്റെ പ്രയാസം, സി മിഥ്യകളിൽ മിഥ്യ, ഡി സൂര്യന് താഴെ. ഉത്തരം ഓപ്ഷൻ സി മിഥ്യകളിൽ മിഥ്യ. 3. ആരുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗകൻ പുസ്തകം ആരംഭിക്കുന്നത്? ഓപ്ഷൻസ്: എ മോശയുടെ വാക്കുകൾ, ബി ശലോമോന്റെ വാക്കുകൾ, സി ദാവീദിന്റെ വാക്കുകൾ, ഡി ജെറുസലേമിലെ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകന്റെ വാക്കുകൾ. ഉത്തരം ഓപ്ഷൻ ഡി. 4. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു? ഓപ്ഷൻസ്: എ ബെത്ലഹേമിൽ, ബി സമറിയായിൽ, സി ജെറുസലേമിൽ, ഡി നിനവയിൽ. ഉത്തരം ഓപ്ഷൻ സി ജെറുസലേമിൽ. 5. സഭാപ്രസംഗകൻ ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻസ്: എ ശൗലിന്റെ, ബി ദാവീദിന്റെ, സി ഇശ്ശായിയുടെ, ഡി ശലോമോന്റെ. ഉത്തരം ഓപ്ഷൻ ബി ദാവീദിന്റെ. 6. പ്രസംഗകൻ പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ജ്ഞാനം ജ്ഞാനം, ബി സകലവും നല്ലത്, സി മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ, ഡി ദൈവഭയം നല്ലത്. ഉത്തരം ഓപ്ഷൻ സി മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ. 7. മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ എന്ന വാക്യം ഏത് ഭാഗത്തിലാണ്? ഓപ്ഷൻസ്: എ സഭാപ്രസംഗകൻ 1:1, ബി സഭാപ്രസംഗകൻ 1:2, സി സഭാപ്രസംഗകൻ 1:3, ഡി സഭാപ്രസംഗകൻ 1:4. ഉത്തരം ഓപ്ഷൻ ബി ആണ് സഭാപ്രസംഗകൻ 1:2. 8. സകലവും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ നന്മ, ബി ജ്ഞാനം, സി മിഥ്യ, ഡി അനുഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി ആണ് മിഥ്യ. 9. എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ ആകാശത്തിന് മുകളിൽ, ബി ദൈവസന്നിധിയിൽ, സി ഭൂമിയിൽ, ഡി സൂര്യന് താഴെ. ഉത്തരം ഓപ്ഷൻ ഡി സൂര്യന് താഴെ. 10. സൂര്യന് താഴെ മനുഷ്യന് ഡാഷ് എന്ത് ഫലം? സഭാപ്രസംഗകൻ 1:3 പ്രകാരം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജ്ഞാനം കൊണ്ട്, ബി വിശ്വാസം കൊണ്ട്, സി അധ്വാനം കൊണ്ട്, ഡി ദാനം കൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി അധ്വാനം കൊണ്ട്. 11. എന്താണ് വരികയും പോകുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ കാറ്റ്, ബി സൂര്യൻ, സി തലമുറകൾ, ഡി നദികൾ. ഉത്തരം ഓപ്ഷൻ സി തലമുറകൾ. 12. തലമുറകൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻസ്: എ നിലനിൽക്കുന്നു, ബി വർദ്ധിക്കുന്നു, സി വരുന്നു പോകുന്നു, ഡി നശിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി വരുന്നു പോകുന്നു. 13. എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ മനുഷ്യൻ, ബി രാജ്യം, സി ഭൂമി, ഡി സമുദ്രം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഭൂമി.
14 എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ ചന്ദ്രൻ, ബി നക്ഷത്രങ്ങൾ, സി സൂര്യൻ, ഡി മേഘങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ. 15 സൂര്യൻ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ഉദിക്കുന്നു മാത്രം, ബി അസ്തമിക്കുന്നു മാത്രം, സി ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു, ഡി നിലനിൽക്കുന്നു. ഉത്തരം സി ആണ്. ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു. 16 എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സൂര്യൻ, ബി ഭൂമി, സി കാറ്റ്, ഡി നദി. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാറ്റ്. 17 കാറ്റ് ഏതെല്ലാം ദിശകളിലേക്ക് വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ കിഴക്കും പടിഞ്ഞാറും, ബി വടക്കും കിഴക്കും, സി തെക്കും വടക്കും, ഡി എല്ലാ ദിശകളിലും. ഉത്തരം ഓപ്ഷൻ സി ആണ്, തെക്കും വടക്കും. 18 കാറ്റ് ആദ്യം എങ്ങോട്ട് വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ വടക്കോട്ട്, ബി കിഴക്കോട്ട്, സി പടിഞ്ഞാറോട്ട്, ഡി തെക്കോട്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെക്കോട്ട്. 19 സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത്? ഓപ്ഷൻസ്: എ മഴ, ബി കാറ്റ്, സി നദികൾ, ഡി മേഘങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി നദികൾ. 20 നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയാലും സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഓപ്ഷൻസ്: എ ഉണങ്ങുന്നു, ബി ചൂടാകുന്നു, സി നിറയുന്നില്ല, ഡി ഒഴുകിപ്പോകുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, നിറയുന്നില്ല. 21 ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നത് എന്ത്? ഓപ്ഷൻസ്: എ കാറ്റ്, ബി നദികൾ, സി മഴ, ഡി സമുദ്രം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നദികൾ. 22 എന്ത് നിറയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ നദി, ബി ഭൂമി, സി ആകാശം, ഡി സമുദ്രം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമുദ്രം. 23 മനുഷ്യന് സകലവും എന്താണ്? ഓപ്ഷൻസ്: എ സമുദ്രം, എ സന്തോഷം, ബി അനുഗ്രഹം, സി ക്ലേശഭൂയിഷ്ടം, ഡി ലാഭം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്ലേശഭൂയിഷ്ടം. 24 അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം എന്താണ്? ഓപ്ഷൻസ്: എ പ്രകൃതിയുടെ സൗന്ദര്യം, ബി മനുഷ്യന്റെ ജ്ഞാനം, സി സകലവും ക്ലേശഭൂയിഷ്ടമായത്, ഡി ദൈവകൃപ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സകലവും ക്ലേശഭൂയിഷ്ടമായത്. 25 കണ്ടിട്ടോ കേട്ടിട്ടോ മതി വരാത്തത് ആർക്കാണ്? ഓപ്ഷൻസ്: എ ഹൃദയത്തിനും മനസ്സിനും, ബി മനുഷ്യനും ദൈവത്തിനും, സി കണ്ണിനും ചെവിക്കും, ഡി രാജാക്കന്മാർക്കും ജ്ഞാനികൾക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ്ണിനും ചെവിക്കും. 26 ഉണ്ടായത് തന്നെ വീണ്ടും ഡാഷ് സഭാപ്രസംഗകൻ 1:9 പ്രകാരം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ കാണുന്നു, ബി ചെയ്യുന്നു, സി മറക്കുന്നു, ഡി ഉണ്ടാകുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉണ്ടാകുന്നു. 27 എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ പുതിയത്, ബി ജ്ഞാനം, സി ഉണ്ടായത് തന്നെ, ഡി മനുഷ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉണ്ടായത് തന്നെ. 28 ചെയ്യുന്നത് തന്നെ വീണ്ടും ഡാഷ് സഭാപ്രസംഗകൻ 1:9 പ്രകാരം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ഓർക്കുന്നു, ബി മറക്കുന്നു, സി ചെയ്യുന്നു, ഡി മാറ്റുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെയ്യുന്നു. 29 എവിടെ പുതിയതായി ഒന്നുമില്ല. ഓപ്ഷൻസ്: എ ആകാശത്തിന് മുകളിൽ, ബി ഭൂമിയിൽ, സി മനുഷ്യന്റെ മനസ്സിൽ, ഡി സൂര്യന് കീഴെ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൂര്യന് കീഴെ. 30 ഡാഷ് എന്ന് പറയാൻ എന്തുണ്ട്? സഭാപ്രസംഗൻ 1:10 പ്രകാരം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജ്ഞാനം, ബി അനുഗ്രഹം, സി പുതിയത്, ഡി സത്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പുതിയത്. 31 കഴിഞ്ഞതൊന്നും ആര് എന്ത് ചെയ്യുന്നില്ല. ഓപ്ഷൻസ്: എ അന്വേഷിക്കുന്നില്ല, ബി ഓർക്കുന്നില്ല, സി പഠിക്കുന്നില്ല, ഡി എഴുതുന്നില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓർക്കുന്നില്ല. 32 പൂരിപ്പിക്കുക വരാനിരിക്കുന്നവയെ ഡാഷ് വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല. ഓപ്ഷൻസ്: എ അവർക്ക് മുമ്പ്, ബി അവയ്ക്ക് ശേഷം, സി അവരുടെ മുമ്പിൽ, ഡി അവരുടെ കാലത്ത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവയ്ക്ക് ശേഷം. 33 സഭാപ്രസംഗൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു?
ഓപ്ഷൻസ് എ യൂദയുടെ, ബി സമരിയായുടെ, സി ഇസ്രായേലിന്റെ, ഡി ബെന്യാമിന്റെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇസ്രായേലിന്റെ. 34. ആകാശത്തിന് കീഴെ സംഭവിക്കുന്നതെല്ലാം എങ്ങനെ ആരാഞ്ഞറിയുവാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചു? ഓപ്ഷൻസ് എ ശക്തിയോടെ, ബി വിശ്വാസത്തോടെ, സി ജ്ഞാനത്തോടെ, ഡി പ്രാർത്ഥനയോടെ. ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനത്തോടെ. 35. വ്യഗ്രതയോടെ ചെയ്യാൻ ആര് മനുഷ്യനെ ഏൽപ്പിച്ച ജോലിയാണ് ക്ലേശകരമായത്? ഓപ്ഷൻസ് എ രാജാവ്, ബി മനുഷ്യൻ, സി പ്രവാചകൻ, ഡി ദൈവം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദൈവം. 36. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ്? ഓപ്ഷൻസ് എ നന്മ, ബി അനുഗ്രഹം, സി മിഥ്യയും പാഴ്വേലയും, ഡി വിജയം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മിഥ്യയും പാഴ്വേലയും. 37. എന്താണ് നേരെയാക്കുവാൻ ആർക്കും കഴിയാത്തത്? ഓപ്ഷൻസ് എ തകർന്നത്, ബി വളഞ്ഞത്, സി നഷ്ടപ്പെട്ടത്, ഡി തെറ്റായത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വളഞ്ഞത്. 38. എന്താണ് എണ്ണുക അസാധ്യം? ഓപ്ഷൻസ് എ അധികമായത്, ബി ഉണ്ടായത്, സി മറഞ്ഞത്, ഡി ഇല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇല്ലാത്തത്. 39. എല്ലാ രാജാക്കന്മാരേക്കാൾ അധികം എന്താണ് സഭാപ്രസംഗകൻ സമ്പാദിച്ചത്? ഓപ്ഷൻസ് എ സമ്പത്ത്, ബി ശക്തി, സി ജ്ഞാനം, ഡി ഭൂമി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജ്ഞാനം. 40. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും എന്താണ് അനുഭവിച്ചറിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ പരിധി, ബി ശക്തി, സി ആഴം, ഡി യഥാർത്ഥ രൂപം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യഥാർത്ഥ രൂപം. 41. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ദോഷത്തെയും വിവേചിച്ചറിയാൻ ആരാണ് ഉദ്യമിച്ചത്? ഓപ്ഷൻസ് എ ശലോമോൻ, ബി ദാവീദ്, സി പ്രവാചകൻ, ഡി സഭാപ്രസംഗകൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സഭാപ്രസംഗകൻ. 42. ജ്ഞാനമേറുമ്പോൾ എന്ത് ഏറുന്നു? ഓപ്ഷൻസ് എ സന്തോഷം, ബി ദുഃഖം, സി സമാധാനം, ഡി ലാഭം. ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം. 43. അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു? ഓപ്ഷൻസ് എ സന്തോഷം, ബി അനുഗ്രഹം, സി വ്യസനം, ഡി സമാധാനം. ഉത്തരം ഓപ്ഷൻ സി വ്യസനം. സ്നേഹമുള്ളവരെ, ഒന്നാം പാഠത്തിന്റെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സഭാപ്രസംഗം 2-ാം അധ്യായത്തിന്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോയും മോക്ക് ടെസ്റ്റും അടുത്ത ആഴ്ച ഈ ചാനൽ വരുന്നതായിരിക്കും. ലോഗോസ് പരീക്ഷയ്ക്ക് പഠിച്ചുവരുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സമ്പൂർണ്ണ പഠന സഹായി തയ്യാറായിട്ടുണ്ട്. 125 രൂപയാണ് വില. സിംഗിൾ കോപ്പി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ബുക്കിന് വിലയായി 125 രൂപയും കൊറിയർ ചാർജായ 50 രൂപയും ഉൾപ്പെടെ 175 രൂപ അടച്ച് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ പുസ്തകം നിങ്ങൾക്ക് തപാലിൽ ലഭിക്കുന്നതായിരിക്കും. മാർ ലൂയിസിൻ്റെ എറണാകുളത്തും കറുകുറ്റിയിലുമുള്ള ബുക്ക് സ്റ്റാളുകളിലും ഈ പുസ്തകം നിങ്ങൾക്ക് 125 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇടവക തലത്തിൽ 25 കൂടുതൽ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് 100 രൂപ നിരക്കിൽ ഈ പുസ്തകം ലഭ്യമാക്കുന്നതായിരിക്കും. വിശദവിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന 9387074695 എന്ന നമ്പറുമായി ബന്ധപ്പെടുക.